Hello, welcome to Sense of School of Life Sciences. Today we shall talk about respiratory system part 1. ആദ്യം നമ്മൾ മേജർ റെസ്പിറേറ്ററി ഓർഗൻസിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ അനിമൽസ് ഫിസിയോളജിയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ പഠിക്കുകയാണെങ്കിലും ആനിമൽ ഡൈവേഴ്സിറ്റിയിലും ഇത് വരും. അതായത് ഡിഫറെൻറ്റ് അനിമൽ ഗ്രൂപ്പ്സിൽ ഏതെല്ലാം റെസ്പിറേറ്ററി ഓർഗൻസ് ആണെന്നുള്ളതെല്ലാം മറ്റ് സിസ്റ്റംസ് എടുക്കുമ്പോഴും ഞാനത് പറയാറുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് എൻ്റയർ ബോഡി സർഫേസ്, അതായത് സ്കിൻ ഏതിലൊക്കെയാണ് കാണുന്നത്? ഇൻ ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ടേക്സ് പ്ലേസ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ ത്രൂ ദ മോയിസ്റ്റ് ബോഡി സർഫേസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത് സ്പോഞ്ചസ്, സീലൻഡ്രേറ്റ്സ്, ഫ്ലാറ്റ്വർംസ്, അതായത് പ്ലാറ്റിക്കൽ മസിൽ എക്സെട്ര. പിന്നെ എർത്തുവമില്ല, അത് അനലിൻ്റെ വരുന്ന എർത്തുവമിലെല്ലാം ദാറ്റ് റെസ്പിറേറ്റ് ത്രൂ ദ മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ, അതായത് സ്കിന്നിൽ തന്നെ അതിലുള്ള ക്യൂട്ടിക്കിൾ വഴിയാണ് നൽകുന്നത്. ശരിക്കും ബോഡി സർഫേസ് ഒരു പ്രത്യേക റെസ്പിറേറ്ററി ഓർഗനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും ശരിക്കും ബോഡി സർഫേസ്, അതായത് സ്കിൻ ഫ്രം എ റെസ്പിറേറ്ററി സർഫേസ് അല്ലേ, ആ രീതിയിൽ നമുക്ക് പറയാം. അടുത്ത ഗിൽസ്. ഗിൽസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഫിഷസ് ഒക്കെ അതിലുണ്ട്. പിന്നെ അതുകൂടാതെ അക്വാട്ടിക് ആർത്രോപോഡ്സ്, മുളസ്ക്. പിന്നെ ഓർത്തിരിക്കുക, മുളസ്കില് കാണുന്ന ഗിൽസ് കേട്ടോ, ടിനീഡിയ ഒക്കെ ചോദിക്കുന്നതാണ്. ടിനീഡിയം സിംഗുലർ, ടിനീഡിയ പ്ലൂറൽ. ഇത് ഇറ്റ്സ് എ കോംപ്ലെക്സ് സ്ട്രക്ചർ റെസ്പിറേറ്ററി ഓർഗൻ ഓർ ഗിൽ വിച്ച് ഇസ് ഫൗണ്ട് ഇൻ മിനി മൊളസ്ക്. ഇപ്പം മുളസ്കിൽ കാണുന്ന ഗിൽസിന് ഒരു പേരുണ്ട്, ഓർത്തിരിക്കുക. ട്രക്കിയ. ട്രക്കിയ ഇതിലാണ് സം ഓർഗാൻസ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് കോൾഡ് ട്രക്കിയ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻസെക്ട്സിൽ. പിന്നെ ബുക്ക് ഗിൽസ്, ബുക്ക് ലങ്സ് മാറിപ്പോയത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബുക്ക് ഗിൽസ് ലിമുലസ്, കിങ് ക്രാബിലുള്ള അല്ലേ, നമ്മൾ ആർത്രോപോഡ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ ഇതൊക്കെ ഗ്രൂപ്പാണ്. ബുക്ക് ലങ്സ് സ്കോർപ്പിയോൺസ്, സ്പൈഡറിലൊക്കെയാണ്. പാരഞ്ചൽ ഗിൽസ് സീ സ്ക്യൂബ്സ് ഓർ അസിഡിയൻസ് ഓർ ട്യൂണിക്കേറ്റ്സ് ഓഫ് യൂറോകോഡേഴ്സ്. യൂറോകോഡേഴ്സിൽ വരുന്ന, അപ്പോൾ ചിലപ്പോൾ സീ സ്ക്യൂബ്സിൽ കാണുന്ന എന്താണെന്ന് ചോദിക്കും, അസിഡിയൻസ്. അപ്പോൾ ഈ അസിഡിയൻസിനാണല്ലോ അതിനെ ട്യൂണിസിൻ കൊണ്ടുള്ള ഉള്ളതുകൊണ്ട് ട്യൂണിക്കേറ്റ്സ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ അനിമൽ കിങ്ഡം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. ഇപ്പൊ പാരഞ്ചൽ ഗിൽസിൽസ് അത് PSC ടെസ്റ്റാണ്, അവർക്ക് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബോഡി സർഫേസ് ആൻഡ് ഗിൽ സ്ലിറ്റ്സ് ഓർ ഗിൽബാർഡ്സ്, അത് ബലാനോഗ്ലോസസ്. അത് ഹെമികോർഡേഴ്സിൽ എന്താണെന്ന് ചോദിക്കുക, ഹെമികോർഡേറ്റ്. ഇത് അപൂർവം ചെറിയ ഗ്രൂപ്പുകളാണ് ബലാനോഗ്ലോസസ്. അപ്പോൾ അതിൽ ഗിൽസ്, പിന്നെ അതിൻ്റെ സർഫേസും കൂടെ ഉണ്ടായിരുന്നു. ആംഫിയോക്സസ്, അതിന് മറ്റൊരു പേര് എന്താ, ബ്രാങ്കിയോസ്റ്റോമ. ആംഫിയോക്സസിന്റെ മറ്റൊരു പേരാണ് ബ്രാങ്കിയോസ്റ്റോമ എന്ന് പോലും ചിലര് ചിലപ്പോൾ മറന്നുപോകും. നമുക്ക് ആംഫിയോക്സസ് സെഫലോകോഡേറ്റിൽ വരുന്നതാണ്. അപ്പൊ ഇതിലെല്ലാം എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ ലങ്സ്, പെട്ടെന്ന് നമുക്ക് അറിയാം ടെറസ്ട്രിയൽ ഓർഗാനിസത്തിനെല്ലാം ഉള്ളതാണ്. പിന്നെ റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസിലൊക്കെ ലങ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരുകളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. അതാണല്ലോ മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പൊ ഇതില് ഒരു, ഞാൻ പറഞ്ഞു പാർട്ട് ഫസ്റ്റ് ആണ്, നമുക്ക് 2-3 ഭാഗമായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഇതില് ആദ്യം സ്ട്രക്ചറൽ ആസ്പെക്ട് പറയുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓടിച്ചെന്ന് പറയാം. ഓടിച്ച് പറയുന്നതിന് കാരണം ഇതിൽ അപൂർവം ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് തന്നെയല്ല ഇതിന്റെ ഓർഡറായിട്ട് അതിന്റെ ഭാഗങ്ങൾ മറന്നിരിക്കുന്നതെന്ന് ഓർക്കുക. ഞാൻ ഓടിച്ചു പോകാൻ വളരെ സിമ്പിൾ, 10ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. Human respiratory system consists of a pair of lungs and the air tracts leading to them from outside. The air tract includes the external nostrils, nasal canals, internal nostrils, pharynx, glottis, larynx, trachea, bronchi, then bronchioles. This seems to be very simple, very simple. Okay, ചിലപ്പോൾ PSC ടെസ്റ്റ് ആണ്. അപ്പം ചില ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാറുണ്ട്. ചിലത് അറിയാമല്ലോ, 3 സ്റ്റെപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിലോ ആവറേജ്, ആവറേജ്, എബോ ആവറേജ് ഒക്കെയാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലത് നമുക്ക് വളരെ സിമ്പിൾ, ചിലപ്പോൾ അറിയാതെ തെറ്റാറുണ്ട്. പിന്നെ ഓർഡർ ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഫാരിങ്സ് ഈസ് ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. ഞാൻ അതിന്റെ ഡയഗ്രാം കാണിച്ചെന്ന് പറയാം. വളരെ സിമ്പിൾ ആണല്ലോ, വളരെ കണ്ടോ. ഇവിടെ pharynx is the common passage for food and air. The part
for the passage of food, the pharynx, the part for the passage food is known as oropharynx, and that for the air is known as nasopharynx. Then on the floor of the nasopharynx is the opening called glottis. So glottis. Leading from the glottis is the wide cartilaginous tube called trachea. Okay, trachea. Then the bronchus are the upper part of the trachea is known as the larynx. It is also called a sound box. So the sound box. It consists of epiglottis, arytenoids, and vocal cords. So the notes it consists of epiglottis, arytenoids, and vocal cords. During swallowing, epiglottis and arytenoids cover the glottis and prevent the entry of food in the larynx, thus into the respiratory tract. Okay, that's very important. The trachea enters the thorax. Thorax like trachea divides into right and left bronchi. Then each bronchus enters the lungs of the side, side. Each bronchus enters the lung side and branch repeatedly into the bronchioles. Bronchioles will enter into bronchioles, bronchus, then bronchioles will enter into the lungs. Bronchioles, bronchioles which enter into the alveoli. Bronchioles respiratory tract in the ഭാഗമാണ് ഓർത്തിരിക്കുക. കാര്യം ആൽവേലയിലാണ് ശരിക്കും ഗ്യാസ് എക്സ്ചേഞ്ച് കിടക്കുക. ഞാൻ എടുത്തു പറഞ്ഞത് ഓർമ്മിക്കുക, ബ്രോങ്കസ് വരെയാണ് ഇവിടെ കാണുന്നത്. ചെറിയ ചെറിയ ബ്രോങ്കൾസ് ഇങ്ങോട്ട് പോകും. ഇനി ലങ്സ് പൊതിഞ്ഞിരിക്കുന്ന എന്തുകൊണ്ടാണ്? പ്ലൂറയാണല്ലോ. അപ്പോൾ ദേ ആർ ട്യൂബുലർ. ഇവിടെ നോക്കാം, ദ റൈറ്റ് ലങ് ഹാസ് 3 ലോബ്സ്. ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതും വളരെ സിമ്പിൾ ആണ്, പക്ഷെ മറന്നു പോയാൽ മാർക്ക് പോകും. റൈറ്റ് ലങ് ഹാസ് 3 ലോബ്സ് ആൻഡ് ലെഫ്റ്റ് ഹാസ് 2 ലോബ്സ്. മറക്കരുത്. ഈച്ച് ലോബ് ഈസ് ഫോംഡ്. ഓരോ ലോബിലും എന്തുണ്ട്? ഇതിനുള്ള ഇൻഫെന്റിബിൾ അങ്ങോട്ട് കാണിച്ചിരിക്കുക. ആൽവിയലസിലുള്ള ഇതിനുണ്ട്. Each lobule is composed of a group of thin air sacs called infundibulum. Each infundibulum in turn consists of a cluster of elastic, richly vascular air chambers called alveoli. Okay, this is alveolus exchange നടക്കുന്ന സമയമില്ല. അതെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും അൾട്രാ സ്ട്രക്ചർ ഇതാണ് അല്ലേ. ഇനി അടുത്ത് നമ്മളിനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക്. ഓക്കെ, സർഫാക്റ്റന്റ്. എന്താണ് സർഫാക്റ്റന്റ്? പല PSC ടെസ്റ്റിന് ചോദിക്കുന്ന ഇത്രയും നമ്മൾ പഠിച്ചു തീരുമ്പോൾ ഒരു 2-3 ക്വസ്റ്റ്യൻ ഇതിലുണ്ട്. 2-3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആൽവിയോലസ് നമ്മളിവിടെ മനസ്സിലാക്കി എന്താണ്? ദ ആൽവിയോലാർ എപ്പിത്തീലിയം കോംപ്രൈസസ് 2 മെയിൻ സെൽ ടൈപ്സ്. അതായത് ടൈപ്പ് 1 സ്ക്വാമസ് ആൽവിയോളാർ സെൽസ് എന്നും ടൈപ്പ് 2 ക്യൂബോയിഡൽ ഗ്രേറ്റ് ആൽവിയോലാർ സെൽസ് എന്നും. എന്തൊക്കെയാണ്? ആൽവിയോലാർ എപ്പിത്തീലിയം ആണ് അല്ലെ. ആൽവിയോലസിന്റെ തന്നെ ലൈൻ ചെയ്തതാണ്. എപ്പിത്തീലിയം ആണ് കാണുന്നത്. വളരെ തിന്നാണല്ലോ എപ്പിത്തീലിയൽ സെൽസ്. ഇവിടെ ഡിഫ്യൂഷൻ ഗ്യാസ് നടക്കാൻ അവിടെ എപ്പിത്തീലിയം വളരെ തിൻ ലെയർ ആണല്ലോ കാണേണ്ടത്. അവിടെ 2 ജാതി എപ്പിത്തീലിയാണ് കാണുന്നത് അല്ല. ടൈപ്പ് 1 ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയും സ്ക്വാമസ് ആൽവിയോലാർ സെൽസ്. ടൈപ്പ് 2 എന്ന് പറയും ക്യൂബോയിഡൽ ഗ്രേറ്റ് ആൽവിയോലാർ സെൽ. അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതാണ്? അതിന്റെ ഫംഗ്ഷൻ എന്താണ്? തിൻ ടൈപ്പ്, രണ്ടും തിൻ തന്നെയാണ്. തിൻ ടൈപ്പ് 1 alveolar cells cover 95% of alveolar surface area. Their thinness allows for rapid gas diffusion between the air and blood. എപ്പോഴും നമ്മൾ ഇവിടെ ആൽവിയോലാർ സർഫേസിൽ ഗ്യാസ് എക്സ്ചേഞ്ച് ഡിഫ്യൂഷൻ നടക്കുന്നതാണല്ലോ ശരിക്കും നമ്മൾ ഓർക്കുന്നത്. ശരിക്കും ഡിഫ്യൂഷൻ നടക്കുന്നത് അല്ലെ? ശരിയാ. അതിന് 95% ആൽവിയോലാർ എപ്പിത്തീലിയം അതിന് തന്നെയാണ് 95%. യെസ്. പക്ഷേ ദ ടൈപ്പ് 2 ആൽവിയോലാർ സെൽസ് കവർ ഓൺലി 5% ഓഫ് ആൽവിയോലാർ സർഫേസ് ഏരിയ. അതിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഇറ്റ് ഹാസ് 2 ഫംഗ്ഷൻ. ദേ സെക്രീറ്റ് പൾമണറി സർഫാക്റ്റന്റ്. ആ സർഫാക്റ്റന്റ് കെമിക്കലി അതിന് പറയുന്നത് എന്താ? അല്ലെങ്കിൽ അതിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഡൈപാൽമിറ്റോയിൽ ഉണ്ടോ? ഡൈപാൽമിറ്റോയിൽ ഫോസ്ഫാറ്റിഡൈൽ കോലിൻ. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ചിലപ്പോഴ് സർഫാക്റ്റന്റ് എന്നായിരിക്കുകയല്ല ചോദിക്കുന്നത്. ടൈപ്പ് 2 സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന എന്താണ്? ഡൈപാൽമിറ്റോയിൽ
ഫോസ്ഫാറ്റിഡൈൽകോളിൻ. ഇതെന്താണ് ഇതിനെ സഹായിക്കുന്നത്? അതിന്റെ ഫംഗ്ഷൻ can reduce the alveolar surface tension. This keeps the alveoli from collapsing when an individual exhales. അപ്പൊ എക്സൈൽ ചെയ്യുമ്പോൾ എയർ വെളിയിലോട്ട് പോകുമ്പോൾ എന്താ അത് ആൽവിയോലസ് ഒന്നും കൊളാപ്സ് ആകാൻ പാടില്ല, അതങ്ങനെ തന്നെ ഇരിക്കണം. അപ്പൊ അതിനെ സഹായിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ മറ്റൊരു ഫംഗ്ഷൻ, they repair the alveolar epithelium when the squamous cells are damaged. നേരത്തെ പറഞ്ഞു squamous cells ടൈപ്പ് ഒന്നല്ല. അപ്പൊ അത് ശരിക്കും ഡാമേജ് സംഭവിച്ചാൽ they repair the alveolar epithelium when the squamous cells are damaged. It's very important. Then ഇനി നമുക്ക് മെക്കാനിസം പറയാം. മെക്കാനിസത്തിൽ മനസ്സിലാക്കേണ്ടത് 3 ഭാഗമായിട്ട് അവിടെ നമുക്ക് പഠിക്കാം. Pulmonary respiration involves mainly 3 steps: inspiration and expiration, അതിൽ pulmonary ventilation എന്ന് പറയും, exchange of gases on the alveolar surface, transport and exchange of gases in the tissues. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ആദ്യം ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ, അതായത് പൾമണറി വെന്റിലേഷൻ ആണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, അപ്പൊ ഇവിടെ എന്താണ്, ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു, വെളിയിലോട്ട് പോകും, അതാണ് വെന്റിലേഷൻ പ്രോസസ്. ഇതില് ഉള്ളിലേക്ക് എയർ കയറണമെങ്കിൽ എന്താണ്, അവിടെ ഇൻട്രാപൾമോണിക് വോളിയം കൂടണം, അല്ലെ? അപ്പോൾ പ്രഷർ കുറയും. അപ്പൊ ഇതിനെ എന്താണ്, അവിടെ വോളിയം ഇങ്ങനെ കൂടുന്നു. അപ്പൊ ഇൻസ്പിറേഷൻ, then expiration. Okay, inspiration is an active process. During inspiration, the dome-shaped diaphragm moves down towards the abdomen and become flat due to its contraction of എന്ത് മസിൽ, phrenic muscle, മറക്കരുത്. അതുപോലെ contraction of external intercostal muscle lifts up the ribs and the sternum, causing an increase in the volume of the thoracic chamber in the dorsoventral axis. This will result an increase in the pulmonary volume and a decrease in intrapulmonic pressure, which forces the air from outside to move into the lungs. ഇവിടെ എന്താണ്, വെന്റിലേഷൻ പ്രോസസ്സിൽ ബോയിൽസ് ലാ ആപ്ലിക്കബിൾ ആണ്, അല്ലേ? എന്തുകൊണ്ടാണ്? നമുക്ക് ബോയിൽസ് ലാ അറിയാം എന്താണെന്നുള്ളത്, ഭംഗിയായിട്ട് അറിയാമല്ലോ. സോ എന്താണ്, വോളിയം, thoracic ചേമ്പറിന്റെ വോളിയം ഇവിടെ എന്താണ്, കൂടുന്നു. ദിസ് വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ പൾമണറി വോളിയം ആൻഡ് ഡിക്രീസ് ഇൻ പ്രഷർ, അല്ലെ? അപ്പോൾ അവിടെ ബോയിൽസ് ലാ ആപ്ലിക്കബിൾ ആണ്. ഇതെല്ലാം ഏതും ചോദിക്കാം. ബോയിൽസ് ലാ, അതുപോലെ ചാൾസ് ലാ, ഡാൾട്ടൺസ് ലാ ഉണ്ട്. ഡാൾട്ടൺസ് ലാ എന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗത്ത് വരത്തില്ല, പിന്നെ പറയാം. ഇനി എക്സ്പ്രഷൻ പ്രോസസ് എന്ന് പറയുന്നത് is ordinarily carried out passively, as passive process, അല്ലെ? Relaxation of diaphragm and the intercostal muscle returns the diaphragm and the sternum to the normal position. But പിന്നെ diaphragm എന്ത് രീതിയിലാകും, become dome shaped. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താ അത്, എപ്പോഴാണ് അതിന്റെ ഫ്ലാറ്റ് ആയിരിക്കുന്ന, അത് പിന്നെ ഡോം ഷേപ്പ് ആകുന്നത് ഇൻസ്പിറേഷൻ ആണോ എക്സ്പിറേഷനിലാണോ? ശരിക്കും എക്സ്പിറേഷൻ, അല്ലെ? അപ്പൊ ഇവിടെ this leads to an increase in the intrapulmonic pressure to slightly above the atmospheric pressure, causing the expulsion of air from the lungs. On an average, a healthy human breathes 12 to 15 times per minute ആണ്. ഓർത്തിരിക്കാം. അപ്പൊ അത് 12 to 15, ചിലതിൽ 16 വരാം, 1-2 ഒക്കെ അങ്ങോട്ട് മാറാം. പക്ഷെ അവിടെ ബോയിൽസ് ലാ which states that at a constant temperature, the pressure of a given quantity of gas is inversely proportional to its volume. എല്ലാവർക്കും അറിയാന്നുള്ളതല്ലേ? So Boyle's law helps us to understand the relation between pressure and volume എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ചാൾസ് ലാ ഇവിടെ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. ചാൾസ് ലാ states that the volume of given quantity of gas is directly proportional to its absolute temperature, assuming a constant pressure. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത് ചാൾസ് ലാ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് അതിന്റെ റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്? അതായത് ഇൻഹേൽഡ് എയർ ഈസ് വാർംഡ്, നമ്മുടെ ആൽവിയോലസിലോട്ട് എയർ അത് വരുമ്പോൾ ഏതാണ് 37 ഡിഗ്രി സെന്റിഗ്രേഡ് ആകും. അപ്പൊ അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ദിസ് തെർമൽ എക്സ്പാൻഷൻ വിൽ കോൺട്രിബ്യൂട്ട് ടു ഇൻഫ്ലേഷൻ ഓഫ് ലങ്സ്, ദസ് ഹെൽപ്പിംഗ് ദ റെസ്പിറേഷൻ. ഓക്കെ, ഇതെല്ലാം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം പോസ്റ്റിലേക്ക് പോകാം. വെരി ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ഡെഡ് സ്പേസ് എന്താണ്? ഇത് പലരും പഠിക്കുമ്പോൾ അത് ചിലപ്പോൾ ഓർക്കാതെ പോകുന്ന ഒരു ഏരിയ ആണ്. അല്ല, ഒരു സിമ്പിൾ തിങ്, പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ ഡെഡ് സ്പേസ് എന്ന് പറയുന്നത്? റെസ്പിറേഷൻ
the part of the respiratory tract and alveoli where gaseous exchange does not take place is known as dead space. ഇപ്പൊ സാധാരണ എവിടെയാണ് ഈ ഗാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദ ആൽവിയോലസ്, അല്ലെ? ആൽവിയോലസിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് ഉള്ളത്, പറഞ്ഞല്ലോ. അപ്പോ ഇവിടെ ആൽവിയോലസിലും ചില ഭാഗങ്ങളില് ചില സന്ദർഭങ്ങളിൽ പൾമണറി ഡിസീസ് ഒക്കെ വരുമ്പോൾ ഈ ആൽവിയോലാർ ഏരിയയിലും ചില സ്ഥലങ്ങളിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കത്തില്ല. അത് ആൽവിയോലാർ ഡെഡ് സ്പേസ് എന്ന് പറയാം. അത് പോകട്ടെ, അതെല്ലാവർക്കും ഒരു ഹെൽത്തി പേഴ്സണ് ആൽവിയോലാർ ഡെഡ് സ്പേസ് ഇല്ല, ഓർത്തിരിക്കുക. അപ്പൊ അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് എവിടെയാണ്? അതായത് എയർ ഇൻ റെസ്പിറേറ്ററി പാസേജ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം നോസ് അപ് ടു ദ ടെർമിനൽ ബ്രോങ്കൈ ഈസ് നോൺ ആസ് അനാറ്റമിക്കൽ ഡെഡ് സ്പേസ്. ഇതവിടെ നമ്മൾ നോസ് മുതൽ ഇതാ ഇങ്ങോട്ട് കയറി ഇറങ്ങി അതിന്റെ പാത്ത് നമ്മൾ പറഞ്ഞല്ലോ, ട്രക്കിയ, ബ്രോങ്കസ്, അല്ലെ? അപ്പൊ ഇവിടെ ഒന്നും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കത്തില്ലല്ലോ, ഡെഡ് സ്പേസ് ആണ്. അത് ബ്രോങ്ക്യൂൾസ് വരെ ഞാൻ പറഞ്ഞു, ബ്രോങ്ക്യൂൾസ് എൻ്റർ ഇൻ ടു ദ ആൽവിയോലസ്, ബട്ട് ബ്രോങ്ക്യൂൾസും പാർട്ട് ഓഫ് വാട്ട് ഇതിന്റെ റെസ്പിറേറ്ററി ട്രാക്ട് ആണ്, അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കത്തില്ല. അപ്പൊ അത്രയും ഭാഗം എന്താ അനാറ്റമിക്കൽ ഡെഡ് സ്പേസ്. അത് എത്ര? 150 ml ആണ്, ഓർത്തിരിക്കുക, 100 ml. അപ്പൊ എന്താണ് അനാറ്റമിക്കൽ ഡെഡ് സ്പേസ്? എയർ ഇൻ ദ റെസ്പിറേറ്ററി പാസേജ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം നോസ് up to the terminal bronchiole is known as anatomical dead space. This equals to 150 ml. Okay. നമ്മൾ ഓർക്കേണ്ടത് എന്താണ് alveolar dead space? In some pulmonary disease, ചില emphysema പോലെയോ അങ്ങനെയുള്ള ചില pulmonary diseases, some alveoli may be unable to exchange gases because they lack blood flow or because the alveolar membrane thicken ആയിരിക്കാം by edema or fibrosis. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ അപ്പൊ എക്സ്ചേഞ്ച് നടക്കുകയില്ല. So in healthy person, alveolar dead space is 0. ഓർത്തിരിക്കുക. Then അപ്പോൾ നമുക്ക് ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ്, അപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ള ശരിക്കും ഡെഡ് സ്പേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ശരിക്കുമുള്ള ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡെഡ് സ്പേസ് വിച്ച് include both anatomical and alveolar dead space. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയാം. പക്ഷേ അപ്പൊ എന്താണ് ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് ഈസ് അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് പ്ലസ് ആൽവിയോലാർ ഡെഡ് സ്പേസ്. ഇനി ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ നോർമൽ ഹെൽത്തി പേഴ്സൺ അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് അതായത് 150 ml പ്ലസ് ആൽവിയോലാർ ഡെഡ് സ്പേസ് ഹെൽത്തി പേഴ്സൺ നോർമൽ പേഴ്സൺ അത് 0 ആണ്. അപ്പൊ ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് ഈസ് ഈക്വൽ ടു 150 ml. അപ്പൊ ഒരു നോർമൽ ഹെൽത്തി പേഴ്സൺ, സാറിന് നോർമൽ ആൾക്ക് എന്താണ് ഒരു അനാറ്റമിക്കൽ അപ്പൊ ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് എന്ന് ചോദിച്ചാൽ അത് രണ്ടും കൂടെ ചേർന്ന് തന്നെയാണ്. പക്ഷെ ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് ആൾസോ 150, ദാറ്റ് ഈസ് ഈക്വൽ ടു അനാറ്റമിക്കൽ ഡെഡ് സ്പേസ്. ക്ലിയർ ആണല്ലോ? പക്ഷെ ഇൻ സർട്ടൻ കണ്ടീഷൻസ് ലൈക്ക് എന്താ പൾമണറി ഡിസീസ് പോലെ സമയത്ത്, എംഫിസമ പോലെയുള്ള സമയത്ത് ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് തന്നെയാണ്, ആണോ? അതായത് പൾമണറി ഡിസീസ് കണ്ടീഷനിൽ ആൽവിയോലാർ ഡെഡ് സ്പേസ് കൂടെ അവിടെ ആഡ് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന given below are 4 matching of an animal and its a kind of respiratory organ. Silverfish നമ്മളൊരു ട്രക്കിയാണല്ലോ, അതൊരു ഇൻസെക്റ്റ് ആണ്. അപ്പോൾ അതിൽ ട്രക്കിയ. സ്കോർപ്പിയോൺ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അത് ബുക്ക് ലാങ് ആണ്. സീ സ്ക്യൂട്ട് പാരഞ്ചൽ ഗിൽസ് ആണ്. ഡോൾഫിൻ സ്കിൻ അല്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ ആൻസർ ഇപ്പൊ ഏതായിരിക്കും? ABC2 ആണ്. എ നോർമൽ മാൻ റെസ്പിറേറ്റ്സ് 26 times in a minute, 25 to 30 minutes, 12 to 16 times in a minute. തന്നിട്ടുള്ളത് 12 to 16 ആണ്. 12 to 15 വരെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 1 or 2 ഒക്കെ ഉണ്ട്, മാറി വരാം. എന്നാൽ ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു കേട്ടോ. എ ചൈൽഡ് റെസ്പിറേറ്റ്സ് ഇൻ എ മിനിറ്റ് നിയർലി 26 times in a minute. ഓക്കെ, ഓർത്തിരിക്കുക. Then during inspiration, the diaphragm expands, shows no change, contracts and flattens. എന്താണ് ശരിക്കും നേരത്തെ പറഞ്ഞു? ഡയഫ്രം ദാറ്റ് contracts and flatten ചെയ്യുകയാണ്. അത് എപ്പോഴാണ്? ഇൻസ്പിറേഷൻ നടക്കുമ്പോൾ. അപ്പോൾ ഇനിയാണ് എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡെലിവേർഡ് ബൈ എവറി 100 ml ഓഫ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ടു ദ ആൽവിയോലൈസ്. ഇതെല്ലാം +2 കാര്യങ്ങളാണ്. നമുക്ക് +2 കാര്യം മുതൽ ചോദിക്കും. +2 BSc MSc എല്ലാം ചോദിക്കും. അപ്പൊ ആവറേജ് ക്വസ്റ്റ്യൻ ആണ്.
ഇവിടെ എവറി 100 ml അപ്പോൾ എമൗണ്ട് കാർബൺ ഡയോക്സൈഡ് ഡെലിവേർഡ് ബൈ കണ്ടോ ഓരോ 100 ml ബ്ലഡിലും എത്ര കാർബൺ ഡയോക്സൈഡ് ഡെലിവർ ചെയ്യണം കണ്ട ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ടു ദ ആൽവിയലി എത്രയായിരിക്കും ശരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ഇതാണ് 4 ml ആണ്. എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് നമുക്ക് ഇത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്സിജൻ ആണെങ്കിൽ 5 ml ഓഫ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ആണ്. എവറി 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാൻ ഡെലിവർ around 5 ml. മാറിപ്പോകരുത്. Then next question. The lung surfactant is produced by type 1 ആണോ type 2 ആണോ നമ്മൾ പഠിച്ചതല്ലേ ഉള്ളൂ. എന്താണ് ശരിക്കും it is lung surfactant is produced by type 2 alveolar cells അല്ലേ. ഓക്കെ നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് ആലോചിച്ചിട്ട് മനസ്സിലാക്കാം. Which of the following statement is false? False ആണ്. False, not correct എന്നെല്ലാം തരുന്ന ഡേഞ്ചറസ്. അത് പലരും തെറ്റാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഫാൾസ് ആണ് ചോദിച്ചിരിക്കുക. The anatomical dead space is the volume of air taken in during a breath that does not enter into the alveoli. Correct അല്ലേ? അത് ആൽവിയോലിൽ എൻ്റർ ചെയ്യാത്ത ആൽവിയോലിൽ എൻ്റർ ചെയ്യാന്ന് പറയുമ്പോൾ ബ്രോങ്ക്യൂൾസ് എൻ്റർ ഇൻ ടു ദ ആൽവിയോലി അങ്ങനെ ചിന്തിക്കേണ്ട. അതും പാർട്ട് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് ആണ് നമ്മൾ ആൽവിയോലി. അപ്പോൾ അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് ഈസ് ദ അപ്പോൾ അത് കറക്റ്റ് ആണ്. ദ ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് ഇൻ ദ ഈസ് ദ വോളിയം ഓഫ് എയർ ടേക്കൺ ഇൻ ഡ്യൂറിങ് ബ്രീത്ത് ദാറ്റ് ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച്. ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് എന്ന് പറയുന്ന വോളിയം എയർ ടേക്കൺ ഇൻ ഡ്യൂറിങ് ദാറ്റ് പക്ഷെ that does not take part in the gas exchange അല്ലേ. അതും കറക്റ്റ് ആണ്. വോളിയം ഓഫ് ദ pharynx physiological dead space is always the same as that of anatomical dead space. Always അങ്ങനെയാണോ? Always same ആണോ? അല്ല. in pulmonary disease condition അല്ലേ അത് അങ്ങനെ നമുക്ക് പറയാം. അല്ലാതെ ആൾവേസ് എന്ന് കരുതാം. അതിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യണം. മനസ്സിലാക്കുക. അപ്പൊ ഇത് 3 ആണ് ഫാൾസ് ആയിട്ടുള്ള അല്ലേ. ഓക്കെ അപ്പൊ കൂടുതൽ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റിൽ തരും. അത് ഭംഗിയായിട്ട് പഠിക്കാം. ഇതിപ്പോ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ തന്നു. ഓക്കെ അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമന്റ്. താങ്ക് യു.